ചേട്ടാ ഒരു കാര്യം ചെയ്യല്ലേ, ഈ സാമൂഹ്യ പ്രതിബന്ധം ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ചർച്ചയുണ്ട്. എല്ലാരും അതിനെതിരെ അല്ല, അതാണ് അതിനെതിരെ പലരും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തമാശ രീതിയിൽ തമാശ രീതിയിൽ പറഞ്ഞതാണോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോന്നാണ് ഇപ്പൊ ചോദിച്ചത്. അതിപ്പോ സാധാരണ നമ്മൾ ഒരു പ്രസ് മീറ്റ് നമ്മളെന്തിനാ എന്റർടൈൻമെന്റ് മീഡിയല്ലേ നമ്മുടെ. അപ്പൊ നിങ്ങളൊക്കെ പലരെയൊക്കെ ഇവനെ ആയിക്കോട്ടെ നമ്മളിത് എത്ര കാലത്തെ ബന്ധവും പരിചയിക്കുക, ഇപ്പൊ എന്റെ നീയായിട്ടായിക്കോട്ടെ. അപ്പൊ നമ്മൾ നിങ്ങളൊക്കെ കാണുന്ന ഞാൻ പ്രത്യേകിച്ച് എത്ര പ്രസ് മീറ്റ് നമ്മൾ ഇരുന്നു, എത്ര കാലം നമ്മൾ കണ്ടു. അപ്പൊ എന്റെ ഒരു കംഫർട്ട് സോണാണ് നിങ്ങളൊക്കെ, മനസ്സിലായില്ലേ? അവിടെ ഞാൻ നിങ്ങൾ എത്ര സീരിയസ് ആയിട്ട് ചോദിച്ചാലും ഞാൻ തമാശ രൂപേണയല്ലേ അതിന് മറുപടി തന്നിട്ടുള്ളൂ എപ്പോഴും. ഇത് ആദ്യമായിട്ടൊന്നും വരില്ലോ. അപ്പൊ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ഞാൻ തമാശക്ക് അത് ഇങ്ങനെ പറയുന്നല്ലാണ്ട് നമുക്ക് ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആ എൻഡോസ് ചെയ്ത സാധനം ഉണ്ടല്ലോ. അജുവിനോട് ചോദിച്ചു, അജു ഇതിന് മുന്നേ ഒരു സാധനം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞേ, എടാ നീ ചെയ്ത നല്ല പരിപാടിയാണെന്ന് പറഞ്ഞ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ജോലി എന്താ, അവൻ സിമി അല്ലേ ചോദിച്ചെന്നോട്. അപ്പൊ ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം എൻഡോസ് ചെയ്യുന്ന സമയത്ത് ഇത് നിയമലംഘനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടുത്തെ അപ്രൂവ് വാങ്ങിച്ചിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഈ ആപ്പും പരിപാടിയൊക്കെ. അല്ലാണ്ട് എഗെയിൻസ്റ്റ് ലോ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എൻഡോസ് ചെയ്യുന്നു എന്നുവെച്ചാൽ അതൊരു തലത്തേക്കുന്ന എണ്ണ ആയിക്കോട്ടെ. ഇവിടെ ഇന്നേ വരെ ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് മുടി വളർന്നതായിട്ടോ ഫെയർനെസ് ക്രീം തേച്ചിട്ട് വെളുത്തതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് ചരിത്രമുണ്ടോ? ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണ് ഇവിടെ ആക്ടേഴ്സ് എൻഡോസ് ചെയ്യുന്നത്. ആണോ അതിന്റെ ഒക്കെ ക്വാളിറ്റി പറയുന്ന ആൾക്കാരൊക്കെ ഷാറുഖ് ഖാൻ വീട്ടിൽ മറ്റേ ജില്ലറ്റും മറ്റേതൊക്കെ തേച്ചിട്ടില്ല നടക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റേ സ്പ്രേ അടിച്ചിട്ടില്ല. ഇവരൊന്നും ഉപയോഗിക്കൂല. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ കറി പൗഡർ, നമ്മൾ പറയുന്ന പല ആക്ടേഴ്സും ബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പലതും, ഞാൻ പറഞ്ഞ എല്ലാം അല്ല, പലതും സ്കാമാ. മനസ്സിലായില്ലേ? കേരളത്തിലെ 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് അല്ലേ കേരളം? അല്ലേ? നിങ്ങൾ എത്ര പേര് കളി കളിച്ചു? ഞാൻ കളിച്ചിട്ടില്ല. ഇതിനടിയിലൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. ഇതൊക്കെ ഡിസ്ക്ലൈമർ നമ്മൾ വായിക്കണം. മ്യൂച്വൽ ഫണ്ട്സിന് റിസ്ക് ഇല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ഇല്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് ഇത്തരം ബെറ്റിംഗ് ആപ്സും ബെറ്റിംഗ് ഗെയിംസും ഇതുപോലെ സാധനങ്ങളൊക്കെ ഇതൊക്കെ റിസ്ക് ഉണ്ട്. ഞാൻ ആക്ടറാണ്, ഞാൻ എൻ്റെ ജോലി എന്താണ് അഭിനയിച്ചു കൊടുക്കുക. ഇതുപോലൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ എൻഡോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പെപ്സി എൻഡോസ് ചെയ്യാത്ത റൊണാൾഡോ മറ്റേ വൈക്കിനുമായിട്ട് പെപ്സി എൻഡോസ് ചെയ്യില്ല. ചിലർക്ക് എന്തുകൊണ്ടാണ്? അത് അൺഹെൽത്തി ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടുത്തെ എത്രയോ വലിയ ഇതിൻ്റെയും ബ്രാൻഡിൻ്റെയും ബ്രാൻഡ് അംബാസഡർ പെപ്സിയും കൊക്കക്കോളയാണ്. ഇപ്പോഴും അൺഹെൽത്തി അല്ലേ? പറയുന്ന കറി പൗഡർ അഡൾട്ടറേറ്റഡ് അല്ലേ? ഈ പറയുന്ന തലേ തേക്കുന്ന എണ്ണ തൊട്ടിട്ട് എത്തുന്ന സാധനത്തിനകത്ത് ഇതൊക്കെ ഇവർ എൻഡോസ് ചെയ്യുന്നതല്ലേ? അപ്പോൾ ഇവർക്കൊന്നും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതാണോ നീ പറഞ്ഞു വരുന്നത്? ജനങ്ങളെ പറ്റിക്കില്ല ഇതൊക്കെ തന്നെ. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ജോലി ഇങ്ങനെ ഒരു സാധനമായിട്ട് അവർ വരുന്ന സമയത്ത് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു സാധനമായിട്ട് വരുന്നു. എൻ്റെ മുന്നേ ഉള്ള ആക്ടേഴ്സ് പലരും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു നോക്കുമ്പോൾ അജു ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് സുഹൃത്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ ചെയ്യുന്നു. ഞാൻ എൻ്റെ അടുത്തൊരു ഇതിൻ്റെ ജോലി എന്താ, അവർക്ക് ഇന്നതൊരു സമയം കൊടുക്കുക. അവർ പറയുന്നുണ്ട് ഡിസ്ക്ലെയിമറായിട്ട് ഇതിന് റിസ്ക് ഉണ്ട്, പരിപാടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള ലോട്ടറി എന്താ ഗാമ്പിളല്ലേ? ലോട്ടറി എന്താ എത്ര വയസ്സ് ആൾക്കാർ ലക്ഷങ്ങൾ കളയുന്നില്ലേ? എന്താ നീ ലോട്ടറി എടുക്കുന്നുണ്ടോ? ഞാൻ ലോട്ടറി എടുക്കാറില്ല. എടുക്കുന്നുണ്ട്. എത്ര എടുക്കുന്ന ആൾക്കാരുണ്ട്? ഞാൻ എടുക്കാറുണ്ട്. അടിച്ചിട്ടില്ല. അപ്പൊ എന്റെ കാശ്. പക്ഷെ ഈ തുറന്നു പറയുന്ന ആൾക്കാർക്ക് പലതും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി. ഇതിപ്പോ നമുക്ക് എന്താ ഇതിപ്പോ നമ്മളിത് ഓൺലൈൻ തെറി ഉണ്ടാവും. ഞാൻ എത്ര കാലം തെറി കേൾക്കുന്ന ആളാണ്. എനിക്ക് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഇതുകൊണ്ട് എനിക്ക് വലിയ വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവുന്നു. മാനസികമായി ഞാൻ ഇത് ഐറെടുക്കില്ല, വരുന്നതാണെന്ന് ഒരിക്കലുമല്ല. കാലങ്ങളെ കേൾക്കില്ല. അതുകൊണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. ഇപ്പം നിങ്ങൾ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ നമ്മുടെ കേസ് അത് നമ്മൾ എത്ര കാലമായി തമ്മിലിട്ടിട്ട് ടെസ്റ്റ് അടിച്ച് കളിക്കുന്ന എത്ര കാലമാണ് അല്ലേ? എന്താ നമുക്ക് എന്താ വേണ്ടേ? റീച്ച്. എന്തെങ്കിലും നിങ്ങളുടെ ജോലിനെ ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സാമൂഹിക ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കല്ലേ? സമൂഹത്തിനെയും നിങ്ങൾ കൊടുക്കുന്ന തമ്മിലടക്കം എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കല്ലേ?